നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകാൻ മടിക്കുകയാണ്. നാളെ എന്തായിത്തീരും, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്തായിത്തീരും, നാളെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം വേസ്റ്റാക്കുകയാണ്. ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു പയ്യൻ മലയുടെ മുകളിൽ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ പോകുമ്പോൾ എല്ലാം അവൻ കരുതി, തണുപ്പിന് വേണ്ടിയതും അവന് ഭക്ഷിക്കാനുള്ളതും, മൃഗങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള രോഗങ്ങൾ വന്നാൽ എല്ലാത്തിനും അവൻ വലിയ ഒരു ബാഗ് ഉണ്ടാക്കി അവൻ്റെ ഷോൾഡറിൽ വെച്ചു. പക്ഷേ അവൻ ആ മൗണ്ടൻ കിടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഭാരം കൊണ്ട് അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധനായൊരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്രശ്നം? അവൻ പറഞ്ഞപ്പോൾ വൃദ്ധനോട് ചോദിച്ചു, താങ്കൾ എവിടേക്ക് പോകുന്നു? ഞാൻ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുകയാണ്. അപ്പോൾ താങ്കളുടെ കയ്യിൽ ചെറിയൊരു ക്യാരി ബാഗാണല്ലോ. പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവനോട് പറഞ്ഞ് അവൻ്റെ ബാഗിലിരിക്കുന്ന ഓരോ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളും എടുത്ത് മാറ്റിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അങ്ങനെ അവൻ ആ മനുഷ്യൻ്റെ കൂടെ ആ മൗണ്ടൻ കടന്നു കഴിഞ്ഞപ്പോൾ, മല കയറി കഴിഞ്ഞപ്പോൾ അവനിരുന്ന് ഓർക്കുകയാണ് നടന്ന വിധങ്ങളെ. അവൻ നോക്കിയപ്പോൾ ആ ഭാരം കൊണ്ട് അവന് കയറാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ അന്നത്തെ ചിന്ത മുഴുവനും ഇതൊക്കെ എങ്ങനെയായി തീരുമെന്നായിരുന്നു. പക്ഷേ ഒരു ആ മനുഷ്യൻ്റെ വാക്ക് അവൻ കേട്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ എളുപ്പമാണെങ്കിൽ ഈ ഭാരമുള്ളതൊക്കെ എടുത്ത് മാറ്റണമെന്ന്. അങ്ങനെ ആ ഭാരമുള്ളതൊക്കെ അവൻ എടുത്ത് മാറ്റിയപ്പോൾ അവൻ്റെ യാത്ര വളരെ ഈസിയായി. അവൻ അവിടെ ചെന്നിട്ട് അവൻ പഠിച്ചൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെയും ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് ഓരോ യാത്രയിലും ആവശ്യമായി തരണം ചെയ്യാൻ എനിക്ക് പറ്റി. ഇല്ലെങ്കിൽ എൻ്റെ മസിലുകൾ ശക്തി പ്രാപിക്കത്തില്ലായിരുന്നു. എല്ലാം ഞാൻ കരുതിയിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെ മല കയറുമ്പോൾ ഓരോ ആവശ്യങ്ങൾ വന്നപ്പോഴും അതിലൊക്കെയും അവൻ എഫേർട്ട് ചെയ്യാനും ചിന്തിക്കുവാനും അടുത്തത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനും ഒക്കെയും അവന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മളെ തടുക്കുന്നത് നമ്മുടെ പിന്നീടുള്ള സ്റ്റെപ്പുകൾ എന്തായി ചിന്തിച്ചിട്ടാണ്. ആ ഭാരങ്ങളൊക്കെ ഇന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഹിസ് വേയ്സ്. അവൻ നമ്മളെല്ലാം നമ്മുടെ നിലവുകളെ അറിയുന്നവനാണ്. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് കീപ് മൂവിങ്. God has a great plan about you. He is a provider. Jehovah Jireh is with you. Amen. God bless you. Never give up.